എടി നീ ഇത് കണ്ടോ? ഇൻസ്റ്റാഗ്രാമിൽ ഫേമസ് ആയിട്ടുള്ള ഒരാൾ ഇട്ടിരിക്കുക ഹാർട്ട് അറ്റാക്കിന് കാരണം കൊളസ്ട്രോൾ ആണത്രേ. എനിക്കാണെങ്കിൽ ലാസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ കൊളസ്ട്രോൾ കുറച്ച് കൂടുതലായിരുന്നു. ഇനിയിപ്പോ ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഞാൻ ഒഴിവാക്കേണ്ടി വരും. ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്. എടി എല്ലാരും വിചാരിക്കുന്ന പോലെ കൊളസ്ട്രോൾ അല്ല എല്ലാത്തിനും കാരണം. നമ്മുടെ ശരീരത്ത് കൊളസ്ട്രോൾ ആവശ്യം തന്നെയാണ്. ഏ, നീ എന്തീ പറയുന്നേ? അപ്പൊ കൊളസ്ട്രോൾ ഒരു ചീത്ത കാര്യല്ലേ? എടാ, കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കണമെങ്കിലും ഹോർമോൺസ്, നമ്മുടെ കോശങ്ങൾ, എല്ലാത്തിന്റെ പ്രവർത്തനത്തിനും നമുക്ക് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ വേണം. പക്ഷെ ഇത് പ്രശ്നമാകുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊളസ്ട്രോളിൽ തന്നെ പലതരം ടൈപ്സുകളുണ്ട്. ആ ടൈപ്സുകളിൽ ഏതെങ്കിലും കൂടിയാലും അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ കൊളസ്ട്രോൾ മാനേജ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ശരിക്കുള്ള പ്രധാന പ്രശ്നം. അപ്പൊ നീ പറഞ്ഞു വരുന്ന കൊളസ്ട്രോൾ നല്ലതുണ്ടെന്നാണോ? അതെ, നമ്മൾ കൊളസ്ട്രോളിന്റെ ടെസ്റ്റുകളൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, HDL എന്ന് പറയുന്നത് അവര് ശരിക്കും നല്ല ആൾക്കാരാണ്. അതായത് നമ്മുടെ ശരീരത്ത് HDL ആവശ്യത്തിന് ഉണ്ടെങ്കിൽ മാത്രമേ മോശം കൊളസ്ട്രോളിനെയും അതുപോലെ തന്നെ ഒരുപാടായിട്ട് വരുന്ന കൊളസ്ട്രോളിനെയും നമുക്ക് പുറന്തള്ളാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ LDL, സത്യത്തില് ഇവരാണ് നമ്മുടെ ആർട്ടറീസിലൊക്കെ ബ്ലോക്ക് കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് LDLനെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാനായിട്ടും പറ്റില്ല, കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കളയാനായിട്ടും പറ്റില്ല. കാരണം അവരെ കൊണ്ട് നമുക്ക് ആവശ്യമുണ്ട്. പ്രശ്നമാകുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ LDL നമുക്ക് ആവശ്യത്തിലേറെ ഒരുപാടാകുമ്പോഴും സൈസ്, പാർട്ടിക്കിൾസ്, ഈ കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണ് ഇത് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമായിട്ടുള്ള മുട്ടയും പിന്നെ ഞാൻ ഭക്ഷണത്തിൽ ചെറുതായിട്ട് ബട്ടറൊക്കെ ആഡ് ചെയ്യാറുണ്ട്. അപ്പൊ അതൊന്നും ഒഴിവാക്കണ്ട. നീ ഇപ്പൊ പറഞ്ഞില്ലേ, അത് സത്യത്തിൽ ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. ശരിക്കും പറയാ കഴിഞ്ഞാൽ വളരെ ചുരുക്കം ആൾക്കാരിൽ ഈ ഡയറ്ററി കൊളസ്ട്രോൾ ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ശരിക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഷുഗറും അതുപോലെ തന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള കാർബ്സുമാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ 80% കൊളസ്ട്രോൾ ഉണ്ടാകുന്നത് ഭക്ഷണത്തിൽ നിന്നല്ല, നമ്മുടെ ലിവറിന്റെ പ്രവർത്തനം കാരണമാണ്. കാരണം ഹൈ ട്രൈഗ്ലിസറൈഡ്സ്, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരുപാട് ഷുഗർ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഫാറ്റിനെ അല്ല പറയുന്നത്, അതായത് കൊഴുപ്പ് കാര്യങ്ങളിനല്ല, ഒരുപാട് ഷുഗർ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് കൊളസ്ട്രോളിനേക്കാളും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ കൊളസ്ട്രോൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതല്ലേ അതിന്റെ സൊല്യൂഷൻ? അല്ല. പക്ഷേ ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും റിഫൈൻഡ് കാർബ്സും ട്രാൻസ് ഫാറ്റും ഒരു കാരണമാണ്. അപ്പൊ ഈ കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും കട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം? എടാ, നിനക്ക് ഇപ്പോഴും മത്സ്യം കാര്യങ്ങളൊക്കെ കഴിക്കാം. നട്ട്സ്, അതായത് ആൽമണ്ട് ആണെങ്കിലും ബദാം, അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിനക്ക് കഴിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒലിവ് ഓയിൽ ആണെങ്കിലും കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അവോക്കാഡോസ്, ഈ കാര്യങ്ങളൊക്കെ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്ക് കഴിക്കാവുന്നതാണ്. അപ്പൊ ഞാൻ എൻ്റെ കൊളസ്ട്രോൾ എങ്ങനെ മാനേജ് ചെയ്യണ്ടേ? മെയിനായിട്ട് നിന്റെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ആക്കുക, കറക്റ്റായിട്ട് എക്സസൈസുകൾ ചെയ്യുക, നിന്റെ ഭക്ഷണത്തിൽ നന്നായിട്ട് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക, അതായത് നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് കഴിക്കാൻ നോക്കുക. ഈ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് കഴിക്കുമ്പോൾ നമുക്ക് കൊളസ്ട്രോൾ റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. മുട്ട കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? അപ്പൊ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഒരു കുറ്റബോധം ഇല്ലാണ്ട് കഴിക്കുകയും ചെയ്യുക. പിന്നെ എപ്പോഴും ടോട്ടൽ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാതെ LDL എത്രയുണ്ട്, HDL എത്രയുണ്ട്, അങ്ങനെ റെഗുലർ ആയിട്ട് എപ്പോഴും ചെക്ക് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണും. അപ്പൊ അതൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾ പറയുന്നതാണോ എന്നുള്ളത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. പിന്നെ എപ്പോഴും നമ്മളൊരു ഡോക്ടറുടെ അടുത്ത് ചെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ടെസ്റ്റ് റിപ്പോർട്ടുകളൊക്കെ കാണിച്ച് ഡോക്ടർ പറയുന്ന നിർദ്ദേശപ്രകാരം എടുക്കാനായിട്ട് ശ്രമിക്കാം. കാരണം ഈ വീഡിയോസിലൊക്കെ പറയുമ്പോൾ അവര് ഒരു പെർട്ടിക്കുലർ ഒരു അസുഖത്തിനെ പറ്റിയിട്ടായിരിക്കും മാത്രം പറയുക. പക്ഷെ നമുക്ക് അങ്ങനെ ആയിരിക്കില്ല, നമുക്ക് ഒരുപാട് വേറെ നമ്മുടെ ശരീരത്തെ കാര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ ചിലപ്പോൾ ആ ഭക്ഷണങ്ങള് ബാക്കിയുള്ള അസുഖങ്ങൾക്ക് നല്ലതാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നത്. ഇപ്പൊ ഡോക്ടർക്ക് ആകുമ്പോൾ കൃത്യമായിട്ട് ഏതൊക്കെ അസുഖങ്ങൾക്ക് എന്തൊക്കെ കഴിക്കണം, അല്ലെങ്കിൽ ഒരു 1, 2, 3 അസുഖങ്ങൾ ഒരേ സമയം ഉണ്ടെങ്കിൽ ഏതൊക്കെ ഭക്ഷണം കൊടുക്കരുത്, അല്ലെങ്കിൽ മരുന്നുകൾക്ക് ഏതൊക്കെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടെന്നുള്ളത് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ട് സ്വയമേ ചികിത്സ എടുക്കരുതെന്ന് പറയുന്നത്. നീ പറഞ്ഞു തന്നത് എത്ര നന്നായി. ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം മൊത്തം ഒഴിവാക്കേണ്ടി വന്നത്. ഇനി ഞാൻ ഇങ്ങനെ ആവശ്യമില്ലാത്ത പോസ്റ്റുകളൊക്കെ നോക്കി അതുപോലെ തന്നെ ചെയ്യില്ല. എല്ലാം ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഞാൻ ചെയ്യുള്ളൂ. അതെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പോലെ നീ കറക്റ്റായിട്ട് എക്സസൈസ് കാര്യങ്ങൾ ചെയ്ത് നിന്റെ ലൈഫ് സ്റ്റൈല് കറക്റ്റാക്കി ഭക്ഷണത്തിൽ നല്ലപോലെ ഫൈബറും
ഹെൽത്തി ഫാറ്റുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഷുഗർ കാര്യങ്ങൾ, കാർബ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുവാണെങ്കിൽ ഓക്കെ ആയിട്ട് പോകാം. അപ്പൊ അടുത്ത പ്രാവശ്യം നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഒന്നും അറിയാതെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് പകരം ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ ഇതുപോലത്തെ നല്ല ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ ആയുർജൻ യൂട്യൂബ് ചാനലും ആയുർജൻ ഇൻസ്റ്റാഗ്രാം പേജും നിനക്ക് ഫോളോ ചെയ്യാം. അപ്പൊ ഞാനും ആ പേജ് ഫോളോ ആക്കട്ടെ.